അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹിയദ്ദീൻ, ദീനിന് ജീവൻ നൽകുന്നവൻ. അദ്ദീനുമായി യുദാനു ബിഹി എന്നാണല്ലോ, ശരീഅത്തിന് വഴിപ്പെടലാണല്ലോ ദീൻ എന്ന് പറയുന്നത്. ആ ദീനിനെ, ആ ശരീഅത്തിനെ നമ്മിലേക്ക് എത്തിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒഴുകുന്ന അബ്ദുൽ ഖാദിർ ഇച്ചമസ്താനവറുകളുടെ വിരുദ്ധത്തിലെ ഏതാനും ചില വരികൾ നമുക്ക് കേട്ടു നോക്കാം. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിംഗാരകോവേ മുഹിയദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിംഗാരകോവേ മുഹിയദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിംഗാരകോവേ മുഹിയദ്ദീൻ. സീനണ്ട സിറിന് സഴത്തനേക്കുള്ള, സീനണ്ട സിറിന് സഴത്തനേക്കുള്ള സീരിൽ ഹുദാവേ മുഹിയദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിംഗാരകോവേ മുഹിയദ്ദീൻ. സിന്ധുജ സിംഹാസനം അഥവാ അറിവെന്ന മഹാസാഗരം സിന്ധുജം സമുദ്രമാണല്ലോ. ആ സിന്ധുജ സിംഹാസനത്തിൽ ഇരിക്കുന്ന ശിംഗാരകോവായ, ശിംഗാരകോവ എന്ന് പറയുമ്പോൾ ശിംഗാരം നല്ലവരായ സുന്ദരനായ കോപമുത്താണല്ലോ. ആ സുന്ദരമായ മുത്താണ് ഹബീബായ തങ്ങൾ എന്നാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. മാത്രമല്ല, ആ ഹബീബായ തങ്ങളെ നമ്മൾ എപ്പോഴും പുണരാനും അവിടുത്തെ ആശീർവാദങ്ങളിൽ സായുജ്യമണയാനും ശ്രദ്ധയിലായിരിക്കണമെന്ന ആ ദറത്ത്, ആ മൂലവിത്ത്, അണു എന്ന് ഇച്ഛ നമ്മെ പഠിപ്പിക്കുന്നു. മീമെണ്ട മിൽക്കിൽ മാലിക്കിൽ മുലൂക്കെണ്ട, മീമെണ്ട മിൽക്കിൽ മാലിക്കിൽ മുലൂക്കെണ്ട, മീമിൽ മുളൈത മുഹിയദ്ദീൻ. ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത്, ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത്, അല്ലാഹ്ക്കിയാടും മുഹിയദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിംഗാരകോവേ മുഹിയദ്ദീൻ. ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത് ഇച്ചമസ്താന്റെ രചനാ വൈഭവം തെളിയിക്കുന്ന മറ്റൊരു വരിയാണ്. ബില്ലാഹി റഹ്മത്ത് എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന തിരുനാമത്തിൽ മറഞ്ഞു കിടക്കുന്ന ഹബീബായ തങ്ങളെ കാട്ടിത്തരികയാണ് ഇച്ച നമുക്കിവിടെ. അതായത് ബിസ്മിയിലെ സീൻ സിറിലേക്കും മീം മുഹമ്മദ് എന്ന തിരുനാമത്തിലേക്കും സൂചിക്കുമ്പോൾ അർ റഹീം എന്ന അള്ളാഹുവിന്റെ ആ സിഫത്ത് അള്ളാഹു തആല ഹബീബായ തങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്ന സുന്ദരമായ രംഗമാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇതിനെ ആധാരമാക്കി ലഖദ് ജാഅക്കും എന്ന സൂക്തത്തിലെ അവസാന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ലില്ലാഹി കൊമ്പത്ത് എന്ന് പറയുമ്പോൾ അർ റഹീം എന്നതിൽ അവസാന ഭാഗത്താണ് ഹബീബായ തങ്ങളെ കാട്ടിത്തന്നത് എങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ അൽഹംദു, ഹംദിൽ തന്നെ കൊമ്പത്ത് തന്നെ കാട്ടിത്തന്നിട്ടുണ്ട് എന്നാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. അത്രമേൽ ഹബീബായ തങ്ങളെ ആഴത്തിൽ പഠിക്കാനും പകർത്താനും ഇച്ഛയെ പ്രാപ്തനാക്കിയത് ആ ഒരു ആത്മീയ അനുരാഗം തന്നെയാണ്. അതേ ആത്മീയ അനുരാഗത്തിൽ ചാലിച്ച ഇച്ഛയുടെ മറ്റൊരു വിരുദ്ധം നമുക്ക് കേട്ടു നോക്കാം. ആദത്തിനൗവലസ്റാറിന്റെ കിൻസദിയിൽ അലിഫ് കുൽ അലിഫ് ത്വാഹ, ആദത്തിനൗവലസ്റാറിന്റെ കിൻസദിയിൽ അലിഫ് കുൽ അലിഫ് ത്വാഹ, ആദത്തിനൗവലസ്റാറിന്റെ കിൻസദിയിൽ അലിഫ് കുൽ അലിഫ് ത്വാഹ. ആധാരമേൽ അർശിൽ
കൗസാൽ നടന്നവർ അതാരമേലർശിൽ കൗസാൽ നടന്നവർ അറിവിൻസും ജിന്നിലാഹ അറിവിൻസും ജിന്നിലാഹ അതത്തിനോവലസറാരണ്ട കെൻസദിയിൽ അലിഫുക്കുൾ അലിഫ് ത്വാഹ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിന് മുന്നേ പടക്കപ്പെട്ട ഹബീബായ തങ്ങൾ അലിഫുക്കുള്ളിലെ അലിഫായ പൊരുളുകൾക്കുള്ളിലെ പൊരുളായ ഒരു കെൻസാണ്, ഒരു നിധിയാണ് എന്നാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. മാത്രമല്ല അർശിൽ കൗസാൽ അഥവാ രാപ്രയാണ സമയത്ത് ഹബീബായ തങ്ങൾ അല്ലാഹുമായി ഏറ്റവും അടുത്ത ആ സാമീപ്യത്തിലേക്കാണ് ഇച്ഛയുടെ ഈ വരികൾ നമ്മളെ എത്തിക്കുന്നത്. വേദക്കിനാദി തനിൽ മയിലായിരുന്ന നബി വേദാന്തം ഷാഹുഷാഹ അർശിൽ സൗന്ദര്യത്തിന്റെ സകല സായി ഭാവങ്ങളും ഒരുമിച്ച ഒരു മയിലിനെ പോലെ ഹബീബായ തങ്ങളെ അള്ളാഹു പ്രതിഷ്ഠിച്ച ആ ചരിത്രത്തിലേക്കാണ്, എന്നിട്ട് അവിടെയെല്ലാം ചമൽക്കാരം വീശിയ ആ സംഭവത്തിലേക്കാണ് ഇച്ഛ നമ്മളെ എത്തിക്കുന്നത്. വേദത്തിനാദി തനിൽ മയിലായിരുന്ന നബി വേദാന്തം ഷാഹുഷാഹ വള്ളൽ മുഹമ്മദിലുമലർ താളമടിക്കടിയിൽ വള്ളൽ മുഹമ്മദിലുമലർ താളമടിക്കടിയിൽ നിലവാശം നാം പുകണേ നിലവാശം നാം പുകണേ അതത്തിനോവലസറാരണ്ട കെൻസദിയിൽ അലിഫുക്കുൾ അലിഫ് ത്വാഹ അത്രമേൽ ശ്രേഷ്ഠമായ ആ ഹബീബായ തങ്ങളുടെ പേരിൽ നല്ല താളത്തിലും നല്ല ഈണത്തിലും സലാത്തും സലാമും ചൊല്ലണേ എന്നും അവിടുത്തെ മദഹുകൾ പുകളുകൾ പറയണേ എന്നുമുള്ള ഇച്ഛയുടെ ഉപദേശം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.